ഹലോ ദ മാം ആൻഡ് മൊമിലേക്ക് എവർക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയലോഹി. ആരോഗ്യം എന്നാൽ എന്താ? രോഗമില്ലാത്ത അവസ്ഥ. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അതുതന്നെയല്ലേ? ആരോഗ്യത്തോടെ ജീവിക്കുക. അതിന് സുപ്രധാനമായ പങ്ക് വഹിക്കുന്ന ഘടകമാണ് ആഹാരം. അതായത് ശരീരത്തിന് ആവശ്യമായ വളർച്ചയ്ക്കും കോശങ്ങളുടെ തേയ്മാനം പരിഹരിക്കാനും നാം മറ്റുള്ളവർക്കൊപ്പം ഭക്ഷണം പങ്കിട്ട് കഴിക്കുമ്പോൾ ലഭിക്കുന്ന സ്നേഹവും സന്തോഷവും അത് മാനസികവും വൈകാരികവും സാമൂഹികവുമായ പൂർണ്ണത കൂടി നമുക്ക് നൽകുന്നതാണ് കേട്ടോ. നമുക്കറിയാം നാടൻ ഭക്ഷണം ഒരു ജനതയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന്. ഒരു നാടിൻ്റെ ഗന്ധം, കാലാവസ്ഥയുടെ സ്വാധീനം എല്ലാം നമുക്ക് ഭക്ഷണത്തിലൂടെയാണ് അനുഭവപ്പെടുന്നത്. നാടൻ ഭക്ഷണം പൊതുവെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതും ആരോഗ്യപരവുമാണ്. പണ്ടൊക്കെ പാടത്തും പറമ്പിലും പണിയെടുക്കുന്നവർക്കൊപ്പം നമ്മുടെയൊക്കെ മെയിൻ വിഭവത്തിൽ ഉൾപ്പെടുന്നതാണ് ചക്കയും അഥവാ ജാക്ക് ഫ്രൂട്ട്. കേരളത്തിൻ്റെ ഭക്ഷണ സംസ്കാരത്തിൽ അതുല്യമായ സ്ഥാനമാണ് ഇതിനുള്ളത്. ചക്കയുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും ഭക്ഷ്യയോഗ്യമാണ്. അത് ചെറുതായിരിക്കുമ്പോൾ നമ്മൾ ഇടിച്ചക്കയാക്കുന്നു, അത് ഡീപ് ഫ്രൈ ആക്കുന്നു, കട്ട്ലറ്റ് ആക്കാം, പിന്നെ തോരനാക്കാം. പിന്നെ കുറച്ചുകൂടെ വലുതാകുമ്പോഴോ കൊത്തി അരിഞ്ഞിട്ട് തോരൻ വെക്കാം. പിന്നെ കുറച്ചുകൂടെ മൂത്ത് കഴിയുമ്പോഴോ ചിപ്സ് ആക്കാം, ചക്കപ്പുഴുക്കാക്കാം. പിന്നെ പഴുത്ത് കഴിയുമ്പോൾ പായസം, കേക്ക്, വട്ടയപ്പം. ചക്കയുടെ ഓരോ ഭാഗങ്ങൾ കൊണ്ടും ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കാം. വീട്ടിലെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ചക്ക കൊത്തലും വൃത്തിയാക്കലും ചക്ക ചിപ്സ് ഉണ്ടാക്കി ടിന്നിലിട്ട് ഭദ്രമായി സൂക്ഷിക്കുകയും അതുപോലെ തന്നെ ചക്കപ്പഴം നെയ്യിൽ വരട്ടി ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അത് പണ്ടുകാലത്തെ ഒരു നല്ല കാഴ്ച കൂടിയായിരുന്നു കേട്ടോ. കേരള സർക്കാർ ചക്കയെ സംസ്ഥാന ബലമായിട്ട് പ്രഖ്യാപിക്കുക പോലും ചെയ്യുകയുണ്ടായി. ഇനിയിപ്പം ചക്കയെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറയുമ്പോൾ എന്താണ്, അതിനകത്ത് ഫൈബറുണ്ട്, വൈറ്റമിൻ എ, സി, പൊട്ടാസ്യം, കരോട്ടിൻ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതൊക്കെ കൊണ്ട് സമ്പന്നമാണ്. ഇത് ദഹനത്തെ സഹായിക്കുന്നു, അതുപോലെ തന്നെ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നു, ഏജിങ് പ്രോസസ്സിനെ കുറയ്ക്കുന്നു, ഇമ്മ്യൂണിറ്റി സിസ്റ്റം മെച്ചപ്പെടുത്തുന്നു. ഇതൊരു എനർജി ബൂസ്റ്റർ കൂടിയാണ് കേട്ടോ. പഴുത്ത ചക്കയിൽ പ്രകൃതിദത്തമായ ഷുഗർ ഉള്ളതിനാൽ ഡയബറ്റിക് രോഗികൾ കുറച്ച് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് മാത്രം. ഞാനിന്നിവിടെ ഒരു നാടൻ പലഹാരമാണ് ഉണ്ടാക്കുന്നത്. ഒരു നീലേശ്വരം സ്റ്റൈൽ. 1 കപ്പ് പച്ചരി നല്ലപോലെ വൃത്തിയാക്കി കഴുകി 2-3 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു 5-6 ചക്ക പഴവും 1/2 കപ്പ് തേങ്ങ ചിരകിയതും 2 അണി വെല്ലം ഉരുക്കിയതും അത് തണുക്കുമ്പോൾ വേണം ചേർക്കാൻ വേണ്ടി എല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് 1 നുള്ള ഉപ്പ് പൊടിയും 2 ഏലക്കയും കൂടി നന്നായി ദോശമാവിൻ്റെ അരവ് പോലെ അരച്ച് എടുക്കാം. എന്നിട്ടത് അപ്പം തന്നെ തവയിലോ ദോശക്കല്ലിലോ നല്ലപോലെ നെയ്യ് ഒഴിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. ആ നെയ്യും വെല്ലവും ചക്കപ്പഴയും കൂടെ കയറുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ, ഭയങ്കരമായിരിക്കും. ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാം. ചക്കയുടെ സമയം അല്ലെങ്കിലും നമുക്ക് കിട്ടും. ഒന്ന് ട്രൈ ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടേക്ക് കെയർ. ഓക്കെ, താങ്ക് യു.